ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന പറയുന്നുണ്ട്, എനിക്ക് മുഖം തരാതെ എന്നെ വേദനിപ്പിക്കുന്നതാണ് ഇപ്പോൾ ആദർശേട്ടൻ്റെ വിനോദം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നവ്യയും അഭിയും സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കായല്ലോ മോളെ. അന്നേരം നയന പറയുന്നുണ്ട്, കുറച്ച് ദിവസം നോക്കട്ടെ അച്ഛാ, എങ്ങനെ പോകുന്നുവെന്ന് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അച്ഛനെ ഭയന്നിട്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേനെ. അത്രയ്ക്ക് മോശമായിട്ട് ആദർശേട്ടൻ എന്നോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തത്. അത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മോൾ ഇവിടെ തന്നെ നിൽക്ക്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശ് ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അയാളെടുത്ത ഈ വീട് നമുക്ക് വേണ്ട കനകെ, നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറാം എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കനക നയനയെ പിടിച്ച് പറയുന്നുണ്ട്, മോളെ ഇത് വല്ലാത്ത വിഷമമായി പോയല്ലോ. അന്നേരം നയന പറയുന്നുണ്ട്, സാരമില്ല അമ്മേ, നമ്മളെക്കാൾ വിഷമത്തിലാണ് ആദർശേട്ടൻ്റെ അമ്മ. ഇനി പൊട്ടിത്തെറിച്ചിട്ട് അമ്മ എന്തെങ്കിലും സംസാരിക്കുമോ എന്നറിയില്ല. കനക പറയുന്നുണ്ട്, അപ്പോൾ മോളെ ആദർശ് മോൻ്റെ അമ്മ ഉള്ളത് കൊണ്ട് ഇത് അധികം നീണ്ടു പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. മോൾ ഇരിക്ക്, അമ്മ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് നയനയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, മോൾ കരയുകയൊന്നും വേണ്ട. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ സിറ്റൗട്ടിലിരുന്ന് ദേവയാനി ഇങ്ങനെ കരയുന്നുണ്ട്, സങ്കടം സഹിക്കാൻ കഴിയാതെ. അപ്പോൾ അങ്ങോട്ടേക്ക് ജയൻ വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ കരയുകയായിരുന്നു എന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ജയേട്ടന് തോന്നിയതായിരിക്കും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇവിടുത്തെ അച്ഛൻ്റെ അസുഖത്തെ പറ്റിയൊക്കെ ഓർത്തതുകൊണ്ട് എനിക്ക് സങ്കടം വന്നതാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അതിന് അച്ഛനിപ്പോൾ വയ്യായികയൊന്നും ഇല്ലല്ലോ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, പക്ഷേ അച്ഛൻ വലിയൊരു അസുഖത്തിൻ്റെ പിടിയിലല്ലേ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയെക്കാളും എനിക്കിഷ്ടം ജയേട്ടൻ്റെ അച്ഛനെയും അമ്മയെയുമാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതുപോലെ നീ സ്നേഹിക്കേണ്ടതാണ് നയന മോളെയും. നീ മോളെ അങ്ങനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവൾ വീട് വിട്ടു പോയത്. അപ്പോൾ ദേവന് ചോദിക്കുന്നുണ്ട്, അതിന് ഞാനാണോ കാരണം? ആദർശമായി വഴക്കിട്ടതിൻ്റെ പേരിലല്ലേ അവൾ പോയത്? അന്നേരം ജയൻ പറയുന്നുണ്ട്, അതെ, പക്ഷേ മോനും മരുമോളും തമ്മിൽ വഴക്കടിക്കുമ്പോൾ അമ്മയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. എന്നിട്ട് ദേവേനി ചോദിക്കുന്നുണ്ട്, ജേട്ടാ ശരിക്കും അവർക്കിടയിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അത് നീ നിൻ്റെ മകനോട് തന്നെ ചോദിക്കുക, ദേ അവൻ നിന്നെ വിളിക്കുന്നുണ്ട്, നിന്നെ കാണണമെന്ന് പറയുകയാണ്. അവൻ എന്തോ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിന്നെ അറിയിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ഹാളിലുണ്ട്, കുറച്ച് സീരിയസ് ആണെന്നാണ് തോന്നുന്നത്. ഏതായാലും നീ വാ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശവും എല്ലാവരും ഹാളിലുണ്ട്. അപ്പോഴേക്കും ദേവയാനിയും ജയനും ഒക്കെ അവിടെ എത്തി. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഒരു കത്തും എഴുതി വെച്ച് നയന ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയിരിക്കുന്നു. പോയവളെ തിരിച്ചു കൊണ്ടുവരാനൊന്നും ഇനി ഞാനില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്, അതുകൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. നയനക്കും അത് സമ്മതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിരിയാൻ എളുപ്പമാണ്. അതല്ല, കേസുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ എനിക്കറിയാം. നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കും ഞാൻ. ഇത് കേട്ട് ദേവയാനി ഞെട്ടിപ്പോകുന്നുണ്ട്. ജലജക്കും അനാമികക്കും ഇത് കേട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ദേവയാനി വിശ്വസിക്കാനാകാതെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്കല്ലിങ്ങനെ നോക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ദേവയാനി, അല്ല, ഇത് കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും ഒന്നും പറയാനില്ലേ? അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങളെന്ത് പറയാനാ, അവർ നല്ല പക്വതെത്തിയ കുട്ടികളല്ലേ, അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആദർശ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ തെറ്റ് അവളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകണം. അത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. പിന്നെ ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പ്രശ്നം പരിഹരിക്കാനായിട്ട് പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയെയും നീ ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശനോട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നീട് അങ്ങനെ പറയാനുള്ള വോയിസ് ഒന്നും അവനില്ലല്ലോ. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആകട്ടെ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഏതായാലും ജലജക്കും ജാനകിക്കും അനാമികക്കും ഇത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൊക്കെ അടിച്ച് അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരുത്തി ഈ വീടിന് പുറത്തായി. ഇനി ആളി കത്തിക്കൊണ്ട് തിരിച്ചു വരാതിരുന്നാൽ മതി. എന്നിട്ട് ജാനകി അനാമികയോട് പറയുന്നുണ്ട്, മോൾ ഇത് മോളുടെ അച്ഛനോടും അമ്മയോടും പറ, അവരും സന്തോഷിക്കട്ടെ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രേവതിയുടെയും വേണുവിൻ്റെയും വീടാണ്. ഏതായാലും ആദർശവും നയനയും പിരിയുന്ന വാർത്ത അറിഞ്ഞ് അവരും വളരെ സന്തോഷത്തിലാണ്. പിന്നെ രേവതി പറയുന്നുണ്ട്, ഇനി നമ്മുടെ മോള് അവിടെ പിടിച്ചു നിൽക്കുന്നതല്ലേ നല്ലത്.
അവളുമാർ രണ്ടുപേരും ഏതായാലും പടിക്ക് പുറത്തായ മാതിരി തന്നെയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും, നമ്മുടെ മോൾക്ക് അവനെ ഇഷ്ടമല്ലല്ലോ. കല്യാണത്തിന് മുൻപേ അവൾക്കൊരുത്തരുമായി ഇഷ്ടത്തിലായിരുന്നു, എനിക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ അടിച്ചു മാറ്റി അവൾ ഇങ്ങ് പോരും. പിന്നെ കാണിക്കുന്നത് ജലജ പോയി അഭിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ, ആദർശ് നയനയെ ഡിവോഴ്സ് ചെയ്യുകയാണ്, അത് തീരുമാനമായി. അഭിക്കത് വിശ്വസിക്കാനാകുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ ഒരിക്കലും അവരെ ഡിവോഴ്സ് ചെയ്യില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും നീ കാണാത്തത് കൊണ്ടാ. എന്തോ കാര്യമായ പ്രശ്നം തന്നെ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനിടയ്ക്ക് രണ്ടുപേരും പോയി ഡോക്ടറിനെ കാണിച്ചിരുന്നു. എല്ലാ ടെസ്റ്റുകളും നടത്തിയിരുന്നില്ലേ? അതിൽ നയനക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവൻ അവളെ ഉപേക്ഷിക്കുന്നത്. അപ്പോഴേക്കും അബിയുടെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട്. നോക്കിയപ്പോൾ അത് അഖിലയുടെ കോളാണ്. അബിക്ക് അപ്പോൾ തന്നെ ടെൻഷനാകുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അഖില പറയുന്നുണ്ട്, നീ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ വിളിക്കില്ല, നിൻ്റെ മുത്തശ്ശനെയാണ് വിളിക്കുക എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നിൽ വന്ന ജലജ അവൻ്റെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. അബി പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എടാ, ഇത് ഞാൻ തന്നെയാണ്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. നിനക്ക് എന്താ പറ്റിയത്? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്നേക്കാൾ മുമ്പേ ചാടി പുറപ്പെടുന്നവനാണല്ലോ നീ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. നയനയും നവ്യയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നവ്യ പറയുന്നുണ്ട് നയനയോട്, വിഷുവിന് നീ ഇവിടെ വന്ന സമയത്ത് അബിയുടെ അമ്മയും അനാമികയും ഒക്കെ ചേർന്ന് ഇളയമയും ഒക്കെ ചേർന്ന് ആദർശേട്ടൻ്റെ മനസ്സിൽ വിഷം കുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ സംശയം. അപ്പോൾ നയന പറയുന്നുണ്ട്, അവർ പറയുന്നതൊന്നും ഒരിക്കലും ആദർശേട്ടൻ കേൾക്കില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നീ പറയണ്ട. ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവൊക്കെ നിരത്തിയാൽ സത്യസന്ധരായി ജീവിക്കുന്നവരുടെ മനസ്സിൽ നേരിയ സംശയമൊക്കെ തോന്നും. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന കനകയും പറയുന്നുണ്ട്, ശരിയാണ് മോള് പറഞ്ഞത്, നിങ്ങളൊന്നും ഇല്ലാത്ത അനന്തപുരിയാണ് ആ ജലജക്കും അനാമികക്കും ആനകിക്കുമൊക്കെ ഇഷ്ടം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എത്തിയോ? നിൻ്റെ അമ്മയെ പറ്റിയാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്താടാ നിൻ്റെ ഏട്ടന് പറ്റിയത്? അന്നേരം അഭി പറയുന്നുണ്ട്, എനിക്കറിയില്ല, അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ആദർശേട്ടന് നിങ്ങളില്ലാതെ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കറിയില്ല അഭി. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് അഭിയോട്, നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നാടകം കളിക്കുകയാണോ? ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.